സ്തുതിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. ഏത് പ്രതിസന്ധിയിലും ഏത് തകർച്ചയിലും ഏത് വീഴ്ചകളിലും യേശു വിശ്വസ്തനാണ്. ഏത് മതസ്ഥരായാലും ഏത് ജാതി മതം ആയാലും നമ്മൾക്ക് ദൈവത്തിൻ്റെ അരികെ ചെല്ലാം. യേശുവിനെ വിളിക്കാം. നമ്മളുടെ ഏത് കണ്ണീരിലും ഏത് ദുഃഖ സാഹചര്യങ്ങളും കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. കർത്താവ് കുപ്പയിൽ നിന്ന് നമ്മളെ ഉയർത്തി, താഴ്ചയിൽ നിന്ന് നമ്മളെ ഉയർത്തി നമ്മൾക്ക് വിടുതലിൻ്റെ വഴി തുറന്നു തരാൻ ശക്തനാണ്. കർത്താവ് ഇന്നലെ ഇന്നും എന്നേക്കും അനന്യം തന്നെ. കർത്താവിൻ്റെ മാറാത്ത തിരുവചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അതിൽ അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ, നമ്മളുടെ പാപജീവിതത്തെ വെടിഞ്ഞ് നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾക്ക് കർത്താവ് ഒരു പുതിയ ജീവൻ നൽകുകയും രക്ഷയുടെ പാത നമ്മളെ പഠിപ്പിക്കുകയും നമുക്ക് വിടുതലിൻ്റെ വഴി കാണിച്ചു തരികയും തീർച്ചയായും ചെയ്യും. പല സന്ദർഭങ്ങളിലും നമ്മൾ തളർന്നു പോകും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് വളരെ നല്ലത് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പല പ്രയാസങ്ങളിലും നമ്മൾ നിരുത്സാഹപ്പെടുമ്പോൾ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കും, നമ്മളുടെ സാഹചര്യങ്ങളിൽ ആശ്രയിക്കും, സമ്പത്തിൽ ആശ്രയിക്കും. അത് ശാശ്വതമല്ല. എന്നാൽ ക്രിസ്തുവിലുള്ള ജീവിതം, ഈ ജീവിതത്തിലും മരണം കഴിഞ്ഞാലും നിത്യതയുടെ വാഗ്ദത്തം ക്രിസ്തു നമ്മൾക്ക് കുരിശിൽ നൽകുന്നു. നമ്മുടെ ഉയർത്തെഴുന്നേറ്റവനായ എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മളുടെ എല്ലാ ദുഃഖത്തിലും എല്ലാ പ്രയാസത്തിലും നമ്മളെ മറികടക്കുവാനായി ശക്തനാണ് യേശുവിൻ നാമം. ഇന്ന് ആ നാമത്തിൽ നിങ്ങൾ അഭയം പ്രാപിച്ചാൽ, ആ നാമത്തിൽ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ തീർച്ചയായും നമ്മൾക്ക് വിടുതലുണ്ട്, നമ്മൾക്ക് രക്ഷയുണ്ട്, നമ്മൾക്ക് അത്ഭുതമുണ്ട്. നമ്മളുടെ യേശു കണ്ണീർ വാർത്തു എന്ന് തിരുവചനം പറയുന്നു. ഏത് പ്രതിസന്ധിയിലും നമ്മളെപ്പോലെ നമ്മളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് യേശു. നമ്മൾ എന്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്? നമ്മളുടെ സമ്പത്തിനെയാണോ? നമ്മളുടെ ബാഹ്യകാര്യങ്ങളെയാണോ? നമ്മളുടെ സമയം വൃഥ കളയുകയാണോ? എന്നാൽ ക്രിസ്തുവിൽ നമ്മളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ ദൈവം നമ്മളെ വഴികാട്ടിയാവുകയും ദൈവം നമ്മൾക്കൊരു നല്ല ജീവിതം ദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നല്ല ഭാവിയെയും നമ്മളെ തലമുറകളെ മാനിക്കുവാനും അനുഗ്രഹിക്കുവാനും യേശു ശക്തനാണ്. ഇന്ന് ആ യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ, യേശു യേശു എന്ന് വിളിച്ചാൽ യേശു നിങ്ങൾക്ക് പാതയ്ക്ക് പ്രകാശമായി മാറും. ആമേൻ.